സാലിഹീങ്ങളുടെ പ്രകാശത്തെ അവനിൽ നിന്ന് ഓരോ. എന്നെ കണ്ടാൽ നിന്റെ മുഖത്ത് ഈമാൻ കാണൂല. നിസ്കരിക്കാത്തവന്റെ മുഖത്ത് ഈമാൻ ഉണ്ടാകില്ല. അവൻ മരിച്ചാലും ഈമാനും കാണൂല. അവനെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോഴും ഈമാൻ കാണൂല. മൂന്നാമതായി റസൂല് പറഞ്ഞതെന്താ? യകൂന മഗ്ഊദൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവനോട് വല്ലാത്ത ദേഷ്യമുണ്ടാകും. നിസ്കരിക്കാത്തവന് ഔലിയാഇന് ഇഷ്ടമില്ല. അജ്മീറിൽ പോകുന്നു, നാഗൂറിൽ പോകുന്നു, മുത്തുപ്പട്ടയിലേക്ക് പോകുന്നു, മടവൂരിലേക്ക് പോകുന്നു. പെണ്ണെ, നീ നിസ്കരിക്കാതെ പോയിട്ട് ഒരു വലിയുടെ തൃപ്തിയും നീ കരസ്ഥമാക്കണ്ട. നിനക്ക് കിട്ടൂല. ആ വലിയുടെ പൊരുത്തം നിനക്ക് കിട്ടൂല. നിസ്കരിക്കാതെ ഏത് വലിയുടെ ചാരത്ത് പോയിട്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? യകൂന മഗ്ഊദൻ ഫീ ഖുലൂബിൽ മുഅ്മിൻ. മുഅ്മിന് നിന്നോട് വെറുപ്പാ, സാലിഹീങ്ങൾക്ക് നിന്നോട് വെറുപ്പാ, ഔലിയാക്കൾക്കും നിന്നോട് വെറുപ്പാ. വഅമ്മല്ലതീ ഇൻദൽ മൗത്ത്. മരിക്കുമ്പോഴുള്ള 3 കാര്യങ്ങൾ നിസ്കരിക്കാത്തവന്റേത്. യഖ്ബലു റൂഹഹു അത്ശാ. മരിക്കുന്ന സമയത്ത് കടലിലെ വെള്ളം മുഴുവനും കിട്ടിയാൽ നിന്റെ ദാഹം തീരില്ലടാ. വലോ ശരിബമാൽ അൻഹാർ. നദിയിലെ വെള്ളം നീ എത്ര കുടിച്ചാലോ നിന്റെ ദാഹം തീരില്ല. വസാനിയത്തു യഷ്തദ്ദു അലൈഹി നസഅഹു റൂഹു. മരിക്കാൻ കിടന്നാൽ പെട്ടെന്ന് നിന്റെ റൂഹ് പോകൂല. നീ അറുത്ത ഒട്ടകത്തെ പോലെ ആർത്തുകൊണ്ടിരിക്കുകയാ. നിന്റെ റൂഹ് പെട്ടെന്ന് പോകൂല. മൂന്നാമത്തത് യഖാഫു അലൈഹി മിൻ സവാലിൽ ഈമാൻ. നിനക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയം പേടിക്കണേ. ഈ ദുന്യാവെന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം പിന്നെ ബാത്തിലാ. ഖാലിദീന ഫീഹാ അബദാ. പിന്നെ കലാകാലം നരകത്തിൽ തന്നെ. വിരള് കടിച്ചിട്ട് കാര്യമില്ല. ദുന്യാവിൽ വെച്ച് 6 ശിക്ഷ അല്ലാഹു നിനക്ക് നൽകുകയാ. ഇനി 6 ശിക്ഷ ആഖിറത്തിലാ നിസ്കരിക്കാത്തവന്. വഅമ്മല്ലതീ ഫിൽ ഖബരി. ഖബറിൽ അവന് ശിക്ഷിക്കുന്ന ശിക്ഷ എന്താ? യദീഖു അലൈഹി സുആല മുൻകറും വനകീർ. മുൻകറും വനകീർ അലൈഹിസ്സലാം നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പള്ളിയിലെ ഖതീബ് വന്നിട്ട് വിളിക്കുകയാണ് നിന്നതേ സലാം പറയുകയാ നിനക്ക്. എന്നിട്ട് തൽഖീൻ ഓതുകയാണ്. എന്താ തൽഖീനിൽ പറയുന്നത്? ഫഅജ്ലസാക ഫഅയ്ഖലാക. നിന്നെ ഉണർത്തി. വഅജ്ലസാക. നിന്നെ ഇരുത്തി. എന്നിട്ട് മലക്ക് നിന്നോട് ചോദിക്കുകയാ, മർറബ്ബുക. നിന്റെ റബ്ബാരാ? വമൻ നബിയുക. നിന്റെ നബി ആരാണെന്ന് പറയുമ്പോ നിസ്കരിക്കാത്തവനാ കബറിൽ വെച്ച്. നിസ്കരിക്കാത്ത ചെറുപ്പക്കാരികള് വയസ്സാവട്ടെ, പ്രായപൂർത്തി എത്തിയത് മുതൽ നിനക്ക് നിസ്കാരം നിർബന്ധമല്ലേ? നിന്റെ ഖളായ നിസ്കാരങ്ങള് ഖളാ വീട്ടിൽ നിനക്ക് നിർബന്ധമാ. പടച്ചവനോടുള്ള ഹക്ക, ആ ഹക്ക് നിനക്ക് വീട്ടിൽ നിർബന്ധമാ. ആ കബറിൽ വെച്ച് നിന്നോട് റബ്ബാരെന്ന് ചോദിക്കുമ്പോ, പ്രവാചകരാരാണെന്ന് ചോദിക്കുമ്പോ, എന്റെ നാശമേ, ലാ അദ്രി, എനിക്കറിയൂല. അതുകൊണ്ട് ശ്രദ്ധിച്ചോ പൊന്നുമോനെ. ആകെ വേണ്ടത് 1 മണിക്കൂറല്ല, ഒരു ളുഹ്ർ നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ് പോലും നിനക്ക് വേണ്ട. അസ്ർ നിസ്കരിക്കാൻ 5 മിനിറ്റ് പോലും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം വീട്ടിൽ ശ്രദ്ധിക്കണേ. ഈ വീടിന്റെ പരിസരത്തുള്ള പുരുഷന്മാരെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണേ. ഇത് പടച്ചോ നൽകിയ അനുഗ്രഹം.
നഗരമല്ലേ? പള്ളിയില്ലാത്ത എത്ര ആളുകളുണ്ട്? നിങ്ങൾ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ. പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പള്ളിയില്ലാതെ വെറും ഷെഡ് കെട്ടിയിട്ട് നിസ്കരിക്കുന്ന യൂപ്പിക്കാരെ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലക്ഷദ്വീപിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പ്രഭാഷണത്തിന് പോയപ്പോ എത്രയോ പാവങ്ങളുടെ പള്ളി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, ബോംബെയിൽ പോയപ്പോ, ഡൽഹിയിൽ പോയപ്പോ എത്രയോ കഴിവില്ലാത്തവര് നമുക്കിഷ്ടം പോലെ പള്ളികളും സൗകര്യവും ഉണ്ടായിട്ട്, നല്ല വീടുകൾ ഉണ്ടായിട്ട്, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടായിട്ട് മക്കളെ നിസ്കരിക്കാതിരിക്കല്ലേ. അസ്രഫ് ഇന്ന് ഇവിടെ വന്നത് ഞാൻ ചില സാമൂഹിക കാര്യങ്ങൾ പറഞ്ഞത്, ചില മതപരമായ കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്നത് കൊണ്ടാ. പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ ഇവിടത്തെ ഹിന്ദുവും ഇവിടത്തെ മുസ്ലിമും ക്രിസ്ത്യാനിയും ജീവിക്കുന്നത്. അവർ ബൈബിൾ പഠിച്ചപ്പെടാ, അവർ ഭഗവത്ഗീത പഠിച്ചപ്പെടാ, മുസൽമാൻ ഖുർആൻ പഠിച്ചപ്പെടാ. മനുഷ്യത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്നത്. തീവ്രവാദം ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ പ്രഭാഷണത്തിൽ അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പൊന്നു മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഖബറിൽ വെച്ചുകൊണ്ട് നിനക്ക് ഉത്തരം പറയാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ നിന്റെ ഖബർ ഇരുളുകൊണ്ട് മൂടപ്പെടുന്നതാ. അവിടെ പാവുകല്ലാണ് മോനെ, അവിടെ മണ്ണാണ്, അവിടെ ഇരുളുകൊണ്ട് പെയിന്റ് അടിച്ചതാ.